ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ചിരിക്കുന്ന ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ്. അപ്പം ഞങ്ങൾ തേനി പോകുന്ന വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. തേനിലൊരു മുന്തിരിത്തോപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ ഇത്രയും നല്ല രസമുള്ള കുന്നും മലയും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ തന്നെ തോന്നെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇത്രയും വളവും തിരുവാ. ഇതാണ് കുമളി ടൗൺ ഗൈസ്. അപ്പം ഞങ്ങളിത് കുമളി ടൗണിലോടാണ് ഇപ്പോൾ പോകുന്നത്. അച്ഛനും ലച്ചു ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇതേ ഈ കാണുന്ന ബോർഡാണ് നമ്മളെ തമിഴ്നാടും കേരളവും തമ്മിലുള്ള ബോർഡർ. അപ്പോൾ നമ്മൾ നേരെ കമ്പത്തോട്ട് പോവുകയാണിപ്പം. കമ്പത്ത് നിന്ന് ഇവിടെ നിന്ന് ഞങ്ങളുടെ വണ്ടിപ്പെരിയാറിൽ നിന്ന് കമ്പത്തേക്ക് 1 മണിക്കൂർ ദൂരമുണ്ട്. അപ്പം നമ്മളിത് ഇപ്പം നേരെ കമ്പത്തോട്ട് പോവുകയാണ്. അപ്പം കമ്പം എത്തി. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല പ്ലേസായിരുന്നു, സൈലൻറ്റ് പ്ലേസൊക്കെ തന്നെ ഇവിടെ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടായിരുന്നു. അതിനെ എടുക്കാനൊന്നും പറ്റിയില്ല. ഇതാണ് ഒരു വെള്ളച്ചാട്ടം. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണമെന്ന് പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല ഗൈസ്. ഞങ്ങൾ പോയി. പിന്നെ അങ്ങനെ ആ വെള്ളച്ചാട്ടം തന്നെ ഇപ്പുറത്തും തോനെ വലിയ നീളം ഉണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിന് നല്ല ഭംഗിയൊക്കെ ആയിരുന്നു കാണാൻ. ഇതാണ് ഗൈസ് നമ്മുടെ പളനിയിൽ നമ്മൾ ഏറ്റവും മണ്ടയ്ക്ക് എത്തുമ്പോൾ കാണുന്ന വ്യൂ പോലാണ് ഇവിടെയുള്ളൊരു വ്യൂ. അപ്പം ഇവിടെ മൊത്തം വളവാണ് ഗൈസ്. അമ്മയ്ക്ക് വണ്ടി ഓട്ടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളിതേ മലകളൊക്കെ കണ്ടു പോവുകയാണ്. മൊത്തം വളവ്, മൊത്തം എന്ന് വെച്ചാൽ മൊത്തം വളവ്. ഇത് തന്നൊരു വളവാണ്. അപ്പം ഞങ്ങൾ ഇതൊരു മരിച്ച ആളെ കൊണ്ടുപോകുന്ന ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ തമിഴ്നാടാണ് നമ്മൾ നിൽക്കുന്നത്, തേനിയിൽ അല്ലേ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ മാച്ചിങ് കളറൊക്കെ ആയിപ്പോയി ഡ്രസ്സ്. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു കട നിർത്തണമെന്നൊക്കെ പറഞ്ഞിരിക്കുക. ഞങ്ങളൊരു കട ഇറങ്ങി. അവിടുത്തെ അപ്പൂപ്പൻ പറഞ്ഞു അവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ നിന്നപ്പോൾ അവിടെ ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് കാളവണ്ടി കണ്ടിട്ടുണ്ട്, എന്നാലും ഇങ്ങനത്തെ കാളവണ്ടി കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ആ മുന്തിരിത്തോട്ടത്തിലോട്ടങ്ങ് ഇറങ്ങി പോവുകയാണ്. അത് പോകുന്ന വഴിയാണിത്. അപ്പം ഗൈസ് ഇതാണ് മല്ലിയില. ഇവിടെ മൊത്തം മല്ലിയിലയാണ് ഗൈസ്. നമ്മുടെ ആ മുന്തിരിത്തോപ്പിൻ്റെ അടുത്ത് തന്നെ മല്ലിയിലയുടെ കൃഷിയുണ്ട് ഗൈസ്. ലച്ചൂട്ടിയാണ് ഗൈസ് ഇത്. ഇതിത്രയൊന്നും പിടിക്കാത്ത മുന്തിരികളാണ്. കുറച്ചും കൂടി വളർന്നതാണ്. ഞാനും അച്ഛനും മുമ്പിലങ്ങ് പോയി, അമ്മയും അച്ഛനും കുറച്ച് ബാക്കിലായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നും പിടിച്ചപ്പോൾ ഒറ്റൊരു മുന്തിരി പോലും. അപ്പോൾ അവർ അതിന് കുറച്ച് അപ്പുറത്തൊക്കെ മാറി ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർ കെമിക്കലൊക്കെ എന്തോ അടിക്കുമായിരുന്നു. ഇതാണ് ഗൈസ് പച്ചമുന്തിരി. പച്ചമുന്തിരിയെ കണ്ടപ്പോൾ ലച്ചുവിന് പ്രാന്തിളകി. അങ്ങനെ ലച്ചുട്ടി അതൊക്കെ തൊട്ട് നോക്കി. ഇതേ അപ്പുറത്താണ് നമ്മുടെ പഴുത്ത മുന്തിരി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ താരം, പഴുത്ത മുന്തിരി. ഈ പഴുത്ത മുന്തിരി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഇവർ കെമിക്കലെങ്ങോ അടിച്ചെടുക്കുക, കഴിക്കല്ലോ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് കുറച്ച് റീൽസൊക്കെ ചെയ്തിട്ട് ഒന്ന് റൗണ്ട് അടിക്കുകയൊക്കെ ചെയ്തു. കുറേ തവണ റൗണ്ട് അടിച്ച്. എന്നിട്ട് ഞങ്ങൾ അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങി. അതായത് മുന്തിരി മേടിക്കാൻ ഇറങ്ങി. ഞങ്ങൾ മുന്തിരി മേടിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ വലിയ മുന്തിരിയാണ്, കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ മുന്തിരിയാണ്. ഇതിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. അവിടെ ഇത്രയും നല്ല കുഞ്ഞു കുഞ്ഞു മുന്തിരിയാണ്. ഇതവിടെ ജോലി ചെയ്യുന്ന ഒരു ആൻറ്റിയാണ്. ഈ ആൻറ്റിയാണ് ഞങ്ങൾക്ക് മുന്തിരി തന്നത്. ഞങ്ങൾ 2 കിലോ മുന്തിരി എങ്ങാണ്ട് മേടിച്ചു ഗൈസ്. பனி மழை அதில் வந்துடுச்சு. வந்து வசி இது கொஞ்சம் சின்னதாகிடுச்சு. அப்போ டேஸ்ட்டாக இருக்குது. இந்த சாப்பிட்டோம். ரெண்டில் கொடுக்க. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാമായിരുന്നു. അച്ഛൻ അതിൽ നിന്ന് കുറച്ച് മുന്തിരിയൊക്കെ പിച്ചി കഴിച്ചു. അപ്പം ഞങ്ങൾക്കും അച്ഛനൊക്കെ തന്ന് ഞങ്ങൾ അങ്ങനെ ഇത് കഴിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അത് നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന് തിന്നായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ്. ഇതാണ് ആൻറ്റി പിച്ചുവാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള മുന്തിരി. നല്ല രസമുണ്ട് ഇത് പിച്ചുന്ന കാണാനല്ലേ. ഞങ്ങളപ്പോഴും അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു മുന്തിരി ഗൈസ്. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മുന്തിരി. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്, സത്യം പറയാലോ.
ഇതൊന്നും കെമിക്കൽ അടിച്ചിട്ടില്ലെന്ന് അവർ പറഞ്ഞായിരുന്നു. ഞങ്ങളങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് മുന്തിരിയൊക്കെ ഞങ്ങൾക്ക് തന്നായിരുന്നു. 2 കിലോ മുന്തിരി ഞങ്ങൾ മേടിച്ചു. ലച്ചുട്ടിക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇവിടുന്ന് പോവുക. ഇവിടെ ഷോർട്ട് കട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഷോർട്ട് കട്ട് വഴി പോയി. മുന്തിരിത്തോപ്പൊക്കെ ഒന്നും കൂടി ഒന്ന് കണ്ടു ഞങ്ങൾ. എന്നിട്ട് പോകുന്നവർക്ക് ഒരു മുരിങ്ങയൊക്കെ അവിടെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഞങ്ങൾ മുരിങ്ങയൊക്കെ പിച്ച് അതിനകത്തുനിന്ന് അങ്ങനെ ഇതിനോട് ബായ് പറയാണ് ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീട്ടിട്ട് വരുന്നേക്കും ബായ്.